ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേലയാണ്. എൻ്റെ പൊന്നുമക്കളെ, ഒരു തരം വേലത്തരങ്ങളായിരുന്നു നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന്. ഇന്നലെ പ്രകൃതിയിൽ തന്നെ ഒത്തിരി ഇടിവെട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കറണ്ടൊക്കെ പോയി. അപ്പോൾ ഈ 3 മണിക്ക് പുലർച്ചെ 3 മണിക്ക് കറണ്ട് പോയിട്ട് ഇപ്പോൾ ഒരു 11:30 ആയപ്പോഴാണ് കറണ്ട് വരുന്നത്. ഞങ്ങളിത് അമ്പലത്തിലേക്ക് ഇറങ്ങായി. ഇനി അമ്പലത്തിൽ ചെന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകണേ ഉള്ളൂ. ഞാൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാം നമുക്ക് വെള്ളം ഉണ്ടായിരുന്നില്ലേ കുളിക്കാനായിട്ട്. അതാണ് നമ്മൾ ഇത്രയും ലേറ്റായത് കുളിക്കാനൊക്കെ അപ്പായിട്ട്. അപ്പം കുക്കിങ്ങും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞു. എനിക്കറിയാം, നമുക്ക് ഇന്നലെ രാത്രിയിൽ മോട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കുറേ കഴുകലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോട്ടർ അടിക്കാനായിട്ട് വിട്ടുപോയി. അതൊക്കെ നമ്മൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതെൻ്റെ മിസ്റ്റേക്സാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്ന് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ. അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കുളിച്ചത് പിപ്പിരി മുടിയുമ്പോൾ നിറച്ച് വെള്ളമുണ്ട്. ഒന്നും റെഡി ആയിട്ടില്ല. വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം കറണ്ട് വന്നിട്ട് മോട്ടർ അടിച്ച് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി അങ്ങനെ കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വിളിച്ചപ്പോൾ ചോദിച്ചു കറണ്ട് വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ മക്കളെ, അപ്പോൾ അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് ഒന്നും കൂടി സ്വാഗതം പറയുന്നു. നമുക്കിനി വിശേഷങ്ങളിലൊക്കെ അങ്ങ് പോവാം. ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റായിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നത്. അപ്പോൾ എൻ്റെ കണവനും കൂടിയുണ്ട്. ഹലോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം ഇനി. ഓക്കെ, അമ്പലപ്പറമ്പിലേക്ക് എത്തി. നമ്മൾ നല്ല കൊട്ടൊക്കെ ഉണ്ട്, കൊട്ടുമേളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എന്നാലും ഇവിടെ പിന്നെ എല്ലാവരും കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ പൂരപ്പറമ്പിൽ ആനേനെ കുളിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ സൈഡിൽ കൂടെ അങ്ങ് അമ്പലത്തിനുള്ളിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ ആനേനെ കുളിപ്പിക്കലും കാണുകയും ചെയ്യാം, അമ്പലത്തിനുള്ളിലേക്ക് കയറുകയും ചെയ്യാമല്ലോ. അപ്പോൾ മേളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മേളത്തിൻ്റെ ഓരോരോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓടിക്കതച്ച് അമ്പലത്തിലോട്ട് പോകുന്നതിൻ്റെ ഉള്ളിലാണ് നല്ല മേളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നട അടച്ചിട്ട് ഉള്ള. അപ്പോൾ ഞാനങ്ങോട്ട് കയറാൻ നിൽക്കുന്നത് ആന കുളിക്കണമെന്ന് കേൾക്കണത് അല്ലേ. ആര് കുളിക്കണമെന്ന് കേട്ടാൽ, ആന കുളിക്കണമെന്ന് കേട്ടാലൊന്ന് എത്തിച്ച് നോക്കാണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ പറ്റുമോ അല്ലേ? അതങ്ങനെയാണ്. ഒരു കുളിസീൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആനയുടെ ആയിരിക്കും അല്ലേ. ശരിയാ, ആനയുടെ അതിവിപുലമായ കുളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ എത്ര തേച്ച് കഴിയാലും നമുക്ക് ആനയുടെ പാപ്പാനെ മതിയായില്ല. അമ്മമാർ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ, നല്ല അനുസരണയുള്ള കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ ആളിങ്ങനെ നടന്നു വരികയാണ്. തോർത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ, തുള്ളി വെള്ളമില്ല അവയിൽ. അപ്പം ഇങ്ങനെ തന്നെ കുറച്ച് നേരമൊക്കെ എന്നെ ഇങ്ങനെ നോക്കി അങ്ങ് നിന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നടന്നങ്ങ് വന്നു. അപ്പം ഞാനും ആളുടെ കൂടെ അങ്ങ് നടന്ന് നേരെ വേഗം അമ്പലത്തിലോട്ട് അങ്ങ് കയറി. നട അടച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്ന് ഇവിടെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. Okay, ora bagay ito. Ay, gawin ka.
കാര്യങ്ങൾ നോക്കിയാൽ എവിടെയാണ് ചെരുപ്പ്? അതാ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവരുടെയും തൊഴുതു. ഇതാ ഒരു കാര്യം കാണിച്ചു തരാം. അല്ല, ചൂപ ഭഗവതിയാണ്. അപ്പോൾ അവിടെ എല്ലാവരും തൊഴുകയാണ്. നമ്മളിവിടെ തൊഴുതിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോയത്. അങ്ങനെ പോവുക കാറിൻ്റെ അടുത്തേക്ക്. ആനക്കുട്ടൻ മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് പോയി കാണും. കുളിയൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി മേക്കപ്പൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് മേളത്തിനങ്ങ് വരും. ഒരു വരവുണ്ട്, അതാണ് അടിപൊളിയായിരിക്കും. പിന്നെ സൺസെറ്റാണിത്. എല്ലാ ഫ്രണ്ട്സും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാം. അതാണ് അവരുടെ ഒരു, എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. വലിയാലേക്കൽ വട്ടത്തറ എന്നും കൂടി ഈ സ്ഥലത്തിന് പേരുണ്ട് കേട്ടോ. ഈ മരത്തിന് താഴെ, ഈ ആലിന് താഴെ എല്ലാവരും ഈ ആലിൻ്റെ ഇവിടെയാണ്. നമുക്ക് ഇവിടെയാണെങ്കിൽ ഉച്ചയ്ക്ക് മേളം ആരംഭിക്കാം. നല്ല മേളം ഉണ്ടാവും ഉച്ചയ്ക്ക്. ഇനിയിപ്പോൾ ഇത് അയ്യപ്പൻകാവിലേക്ക് പോവും. അയ്യപ്പൻകാവിൽ നിന്ന് വേണം പിന്നെ അത് ഇങ്ങോട്ട് വരും. അപ്പോൾ അടിപൊളിയായിരിക്കും മേളം. അപ്പോൾ മേളം ഇങ്ങനെ ആരംഭിക്കും. അതാണ് അടിപൊളിയാവും. നല്ല രസമായിരിക്കും ഉച്ചയ്ക്ക്. പിന്നെ ഒരു 6:30 ഒക്കെ ആവുമ്പോഴേക്കും മേളക്ക് കഴിയും. പിന്നെ നമുക്ക് ഗാനമേളയൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോസും അടിപൊളിയായിരിക്കും. അപ്പോൾ അല്ല, ബലൂൺ ഇതൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലം. ഇങ്ങനെ അമ്പലത്തിൻ്റെ രാവിലെയൊക്കെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത്. കാരണം നമ്മൾ രാവിലെ വന്ന് തൊഴുതു പോവുമല്ലോ. പിന്നെ കുടുംബത്ത് പണിയുണ്ടാവും. ഇന്ന് കരണ്ടുമില്ല, പിന്നെ കരണ്ടുമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അപ്പോൾ ലേറ്റായി. അപ്പോൾ പിന്നെ പണികളെല്ലാം തീർന്നു. സമാധാനമായിട്ട് നടക്കാം. പിന്നെ ഗസ്റ്റൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഫുഡ് കഴിക്കാനായിട്ട് സാധാരണ ആൾക്കാർ വരാറുണ്ട്. എല്ലാ പണികളും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ അവർ എന്ന് വെച്ചാൽ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എല്ലാവരും മേളം ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ആവുമല്ലോ തുടങ്ങുമ്പോൾ. അപ്പോൾ ഊണിനായിട്ട് അവർ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഊണ് കഴിക്കുക, അല്ലെങ്കിൽ മേളം കണ്ട് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഊണ് കഴിക്കുക. എന്നിട്ട് അതപ്പോഴേക്കും 5:30, 6 മണി വരെ ഉണ്ടല്ലോ. അപ്പോൾ അതുവരെ അവർക്ക് വന്നാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ഗസ്റ്റൊക്കെ അങ്ങനെയാണ് വന്ന് പോവുക. അവരെയൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം അവർക്കത് താല്പര്യമില്ല. പ്രത്യേകം പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു കൊടുക്കും നമ്മൾ. അതൊക്കെയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഏകദേശമൊക്കെ രൂപം. ഈ പ്ലാവ് ഇപ്പം അധികം ഇങ്ങനെ ചക്കയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ചക്കയൊക്കെ ഇങ്ങനെ ചിലപ്പൊക്കെ ഉണ്ടാവും, ചിലപ്പൊക്കെ ഉണ്ടാവാറില്ല. അപ്പോൾ ചക്കയൊക്കെ കുറവാണ് ഈ പ്ലാവുമേക്ക്. ഞങ്ങൾ ഈ മരത്തിൻ്റെയൊക്കെ ചോട്ടിൽ നമ്മുടെ ഗാനമേള സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ രാത്രി ഗാനമേളയ്ക്കുള്ളതൊക്കെ ഒരുക്കി വയ്ക്കുന്നുണ്ട്. നിറച്ച് വണ്ടികളുടെയൊക്കെ ശബ്ദമാണ്. നമ്മൾ
നമ്മളെ ഒരു കൊച്ചമ്പലമാണ്. അപ്പോൾ കൊച്ചമ്പലത്തിൻ്റെ ഒരു അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് കെട്ടിയ വരണ ഒരു വരവേ. എനിക്ക് വൈകിട്ട് ഷൂട്ടുണ്ട്. ആൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ കൊണന്നാക്കിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വരിക. ആൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടേ. അപ്പം എന്നെ കൊണന്നാക്കാൻ വേഗം വീട്ടിലേക്ക്. എന്താല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ വെറുതെ അങ്ങ് പോരാനൊന്നും പറ്റില്ലല്ലോ, കുറച്ച് ഫോട്ടോസ് എടുക്കാതെ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങ് പോരാട്ടോ. ഇനി ഉച്ചയ്ക്കലത്തെ നമ്മുടെ പൂരവിശേഷങ്ങളും രാത്രിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.